Orthodox Patriarchate of Antioch and all the East, Baptoma, Postbox number 22260, Damascus, Syria. By the grace of God, Ignatius Sakafas, I was Patriarch of Antioch and all the East, Supreme Head of the Universal Syrian Orthodox Church, Mudra. Number 293/2011, dated 31st October 2011. Apostolic benediction to our beloved spiritual children, Richie Varghese and Abraham Varghese. Inquiring your welfare, we inform you the following. We are happy to know that you are being ordained as Koruyo by our beloved Archbishop, His Eminence Mortitos Yeldo. We pray for both of you and your parents, Mr. Reggie T. Varghese and Mrs. Minnie Varghese, at this joyous occasion. We bless you wholeheartedly that the Lord bless you and keep you. The Lord make His face shine upon you and be merciful to you. The Lord lift up His countenance upon you and give you peace. Numbers chapter 6 verse 24 through 26. May God give you wisdom and understanding to grow in the grace of God and to be instruments doing His holy will. We extend our apostolic blessings to you and your family. May the grace of God be with you. Amen. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done as it is in heaven. Give us this day our daily bread and forgive us trespasses, as we forgive trespass against us. Lead us not into temptation, but deliver us from evil. For thine is the kingdom, power, and glory forever and ever. Amen. ഇപ്പോൾ ശുശ്രൂഷയായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന റിച്ചിയും എബിയും സഭയുടെ വിശ്വാസത്തെയും സഭ പിതാക്കന്മാരോടുള്ള വിധേയത്വവും അച്ചടക്കവും അനുസരണയും ഏറ്റുപറയുന്നതായ അമോലോകിയോ വായിച്ച് അവരതിൽ കുരിശടയാളം വരയ്ക്കുകയാണ് ഇപ്പോൾ സാധിച്ചത്. ബാർക്കുമോർ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. മശിഹായിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യവാന്മാരും ആത്മീയ പുത്രന്മാരും വലത്തെ അവയവങ്ങളുമായുള്ളവരെ, നിങ്ങൾ അറിയേണ്ടതെന്തെന്നാൽ ഇപ്പോൾ ഉന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്കും സാമ്യവും സാദൃശ്യവുമില്ലാത്ത സ്ഥാനത്തിലേക്കും അടുത്തു വരുവാൻ നിങ്ങൾക്ക് മനസ്സായിരിക്കുന്നു. ബലഹീനനും പാപിയും കുറ്റക്കാരനും ഇതുപോലെയുള്ള വലിയ ഉന്നതാവസ്ഥയ്ക്ക് അയോഗ്യനുമായ നാം മുഖാന്തരം വിലതീരാത്തതുമായ ഈ വലിയ വരം നിങ്ങൾ കൈക്കൊള്ളുവാൻ ജീവൻ നൽകുന്ന മശിഹായുടെ രഹസ്യങ്ങളിന്മേൽ നിങ്ങൾ സൂക്ഷ്മതയോട് കൂടെ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ ഉന്നത സ്ഥാനത്തെ പ്രാപിപ്പാനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരവും കർത്താവ് യേശുമിശിഹായുടെ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ന്യായമായ പ്രകാരവും വിരുദ്ധം കൂടാതെയും കറകൂടാതെയും നടപ്പാനും നിങ്ങൾക്ക് എങ്ങനെ ന്യായമാകുന്നുവെന്ന് ആദ്യമായി നിങ്ങളോട് അറിയിക്കുന്നു. മക്കളെ സത്യവിശ്വാസത്തെ വിരുദ്ധം കൂടാതെ കാത്തുകൊള്ളുവാൻ ആദ്യമേ നിങ്ങൾക്ക് ന്യായമാകുന്നു. അപ്രകാരം നമ്മുടെ കർത്താവ് യേശുമിശിഹ തന്റെ വിശുദ്ധ ഏവൻഗേലിയോനിൽ തന്റെ നിർമ്മല ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ആയത് അവർ വിശുദ്ധ സഭയുടെ പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികളായ സകല പിതാക്കന്മാരും മൽപ്പാന്മാരും അതിനെ അനുഗമിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉപദേശിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തു. അത് 3 കുരുമാകളായി ഏകദൈവമായിരിക്കുന്ന പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള സത്യവിശ്വാസമാകുന്നു. നിങ്ങളുടെ വിശ്വാസം വായിലും നാവിലും ഹൃദയത്തിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഉണ്ടായിരിക്കണം. 3 കുരുമാകളിൽ ഒരുവനായി പിതാവായ ദൈവത്തിന്റെ ആദ്യന്തമില്ലാത്ത വചനമായവൻ തന്റെയും തന്റെ പിതാവിന്റെയും
തന്റെ റൂഹായുടെയും ഇഷ്ടത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ വസിക്കുകയും അവന്റെ മനുഷ്യ സ്നേഹത്താൽ അവളിൽ നിന്ന് ജഡമെടുക്കുകയും ചെയ്തു എന്നും അവൻ കന്യകയുടെ ഉദരത്തിൽ വസിച്ചിരിക്കുമ്പോൾ സിംഹാസനത്തിന്മേൽ ഇരുന്നിരുന്നു എന്നും തന്റെ കരുണകൾക്ക് സ്തുതി, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്നും നിങ്ങൾ അട്ടഹസിച്ച് ഏറ്റുപറയണം. സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും സ്ലീഹന്മാരുടെ തലവനായ പത്രോസിനോടും അവന്റെ സഖിമാരോടും 72 അറിയിപ്പുകാരോടും അഗ്നിമയനായ മോർ ഇഗ്നാത്യോസിനോടും യൂലിയോസ്, മോർ ദിവനാസിയോസ്, മോർ അത്തനാസിയോസ്, മോർ ബാസലിയോസ്, മോർ ഗ്രിഗോറിയോസ്, മോർ ദിയസ്കോറോസ് എന്നിവരോടും പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വായുടെ താക്കോലായിരുന്ന മോർ സേവേറിയോസിനോടും നിങ്ങൾ ചേർന്നുകൊള്ളുകയും വേണം. ഇന്ന് നമ്മുടെ മേൽ അധികാരിയായിരിക്കുന്ന മോർ ഇഗ്നാത്യോസ് പാത്രിയർക്കീസ് ബാവായെയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ശ്രേഷ്ഠ കാതോലിക്ക ബാവായെയും ഇവരുടെ വഴികളിൽ നടക്കുന്ന ബലഹീനനായ നമ്മെയും നിങ്ങൾ അനുസരിക്കണം. പുറജാതിക്കാരെയും മഗൂശന്മാരെയും നെസ്തോറിനെയും അവന്റെ സംഘത്തെയും ലേയോനെയും കൽക്കീദോനായുടെ സെനോദോസിനെയും സ്മീശാത്തുകാരൻ പൗലോയെയും ഉറഹായുടെ ഈഹിബായെയും ബർദൈസാനെയും ഹാഗാഗുകാരൻ യൂലിയാനെയും നസീബിന്റെ ബർസൗലയെയും അറിയോസിനെയും യോദോമിയോസിനെയും യാന്തോവായെയും മൽക്കിയാനെയും അവരുടെ ഉപദേശത്തോട് ചേരുന്ന എല്ലാവരെയും സത്യമായിട്ടും ശരിയായിട്ടുമുള്ള സത്യവിശ്വാസത്തിന് ചേരാത്ത സകലയിടത്തോട്ടുകാരെയും നിങ്ങൾ ശപിക്കണം. You should accept all that we accept, and you should denounce all that we denounce. I accept all you accept, and we denounce all your eminence denounce. You should believe and confess in what we believe and confess. We believe and confess in what you believe and confess. അനന്തരം മക്കളെ, നാം നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ ഉന്നതനായ ദൈവത്തിന്റെ ദിവ്യ ശുശ്രൂഷയിൽ ന്യായമാകുന്ന പ്രകാരം മടി കൂടാതെയും ക്ഷീണം കൂടാതെയും നിന്നുകൊള്ളണം. വിനോദത്തിൽ നിന്നും ലഹരിയിൽ നിന്നും വേശ്യാവൃത്തിയിൽ നിന്നും അശുദ്ധതയിൽ നിന്നും കാമവികാരങ്ങളിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ക്ഷുദ്രത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശിയിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഭിന്നതകളിൽ നിന്നും വേദവിപരീതങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും നിന്ദ്യമായ മോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇപ്രകാരമുള്ള സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ നിങ്ങൾ കാത്തുകൊള്ളണം. ഇവകളെ പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശിക്കുകയില്ലെന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ് പറയുന്നുവല്ലോ. ഇവകൾ മനുഷ്യനെ ദൈവവാദിക്കൽ നിന്നും ദൂരത്താക്കുന്നവകൾ ആകുന്നു. ഇപ്പോൾ നമ്മുടെ മക്കളെ, ഈ കടലാസിൽ നിങ്ങൾ ശ്ലീബ അടയാളം വരപ്പീൻ. നാം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ വിരുദ്ധം കൂടാതെ നിങ്ങൾ കാത്തുകൊള്ളുമെന്നും നാം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതിൽ ഒന്നിനും നിങ്ങൾ വ്യത്യാസം വരുത്തുകയില്ലെന്നും ഉള്ളതിലേക്ക് ഇത് ദൈവത്തിനു മുമ്പാകെയും തന്റെ മാലാഖമാരുടെ മുമ്പാകെയും കർത്താവിന്റെ വിശുദ്ധ ത്രോണോസിന്റെ മുമ്പാകെയും ഹാജരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയും നിങ്ങളുടെ മേൽ സാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ നാമും നിങ്ങളും മുഖപ്രസാദത്തോടുകൂടെ നിൽപ്പാൻ ഇടയാകണം.